ലോകം ഒന്നടങ്കം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു ഗസയിലെ യുദ്ധം അവസാനിക്കുന്ന നിമിഷം. അങ്ങനെ ഏറ്റവും ഒടുക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന നിർദ്ദേശങ്ങളുടെ ആകത്തുകയിൽ ഒരു സമാധാന കരാറിൽ ഹമാസും ഇസ്രയേലും ഒപ്പിടുന്നു. ബന്ധി കൈമാറ്റം നടക്കുന്നു. പക്ഷേ ഗസ ശാന്തമാകുന്നില്ല. തെക്കൻ ഗസയിലെ റഫയിൽ ഇസ്രായേലി സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയതായും ഇതിനു പിന്നാലെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രദേശത്തെ വ്യോമാക്രമണം നടത്തിയതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തുരങ്കങ്ങളും സൈനിക കേന്ദ്രങ്ങളും പൊളിച്ചു മാറ്റുന്നതിനായി പ്രദേശത്ത് ആക്രമണം ആരംഭിച്ചിട്ടുണ്ടെന്നും IDF അറിയിക്കുന്നു. ഭീകരപ്രവർത്തനങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ്. ശക്തമായി പ്രതികരിക്കുമെന്നും എക്സ്പോസ്റ്റിലൂടെ IDF അറിയിച്ചു കഴിഞ്ഞു. അതായത് ഗസയിൽ യുദ്ധം പുനരാരംഭിക്കുകയാണ്. ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്നതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാത്രം, അതായത് കേവലം ഒരാഴ്ചയുടെ ആയുസിൽ US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ തകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞായറാഴ്ച രാവിലെ റഫ പ്രദേശത്ത് ഫലസ്തീൻ ഭീകരർ സൈന്യത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നു. മേജർ യാനിവ് കുല, സ്റ്റാഫ് സാർജന്റ് ഇറ്റെ യാവേറ്റ്സ് എന്നിവരാണ് കൊല്ലപ്പെടുന്നത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കരാർ പ്രകാരമുള്ള ഹമാസിന്റെ നിരായുധീകരണം വൈകുന്നത് വെടിനിർത്തലിന് ഭീഷണിയാകും. ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നാണ് ഹമാസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് അവർ പറയുന്നത് തങ്ങൾ ആയുധങ്ങൾ താഴെ വെക്കില്ല എന്ന് തന്നെയാണ്. ഗസയിൽ ഹമാസിന്റെ 7000 പ്രവർത്തകരെ അവർ വിന്യസിപ്പിച്ചു കഴിഞ്ഞു. അതായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നപ്പോൾ തുരങ്കങ്ങളിൽ ഒഴിച്ചിരുന്ന പെരുച്ചാഴി ഭീകരന്മാർ പുറത്തു ചാടുന്നു. വെടിനിർത്തൽ പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് ഗസയിലെ ഫലസ്തീനികളും ഉള്ളത്. അതിനൊക്കെ പുറമെ ഗസയിൽ ഹമാസിനെതിരെ അവിടെയുള്ള ഫലസ്തീനി തീവ്രവാദി ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങളും പരസ്പരം കൊന്നു തള്ളുന്നതുമൊക്കെ നമ്മൾ കണ്ടു. മാത്രമല്ല, ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഫലസ്തീനികളെ ഹമാസ് പരസ്യമായി വധിക്കുന്ന കാഴ്ചകളും കണ്ടു. ചുരുക്കി പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിന്റെ അതേ രീതികൾ തന്നെയാണ് ഗോത്ര കലാപങ്ങളായും യുദ്ധമായും ഒക്കെ നടത്തുന്നത്. കയ്യിൽ കുറേയധികം ഉത്തരാധുനിക വെപ്പണുകൾ അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങൾ ഉണ്ട് എന്നത് മാത്രം. വെടിനിർത്തൽ പൂർണ്ണമായി തകരുമെന്ന ആശങ്കയിലാണ് ഗസയിലെ ഫലസ്തീനികൾ. എന്തായാലും 97 പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. 26 മരണം സ്ഥിരീകരിച്ചു. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അനിവാര്യതയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശവും നൽകി. ഹമാസ് ആയുധം താഴെ വെക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു കഴിഞ്ഞതാണ്. അതായത് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പായാൽ മാത്രമേ ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കേണ്ട ബാധ്യത ഇസ്രായേലിനുള്ളൂ. കാരണം ആക്രമണം ആരംഭിച്ചത് ഹമാസ് ആണ്. ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് ഹമാസ് ആവർത്തിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത് ബന്ധി കൈമാറ്റം കഴിഞ്ഞാൽ ഹമാസിന്റെ നിരായുധീകരണമാണ്. ഹമാസ് തീവ്രവാദികൾ ആയുധം വെച്ച് കീഴടങ്ങുകയും അവർ സാധാരണക്കാരായ പൗരന്മാരെ പോലെ ജീവിക്കുകയും അല്ല, അവിടെ അങ്ങനെ താമസിക്കാൻ പറ്റാത്തവർക്ക് വിദേശ നാടുകളിലേക്ക് പോകുകയും ഗാസയുടെ ഭരണ ചുമതല US അടക്കമുള്ള രാഷ്ട്രങ്ങൾ അധ്യക്ഷ പദവി വഹിക്കുന്ന രീതിയിൽ മറ്റൊരു സഖ്യം നയിക്കുമെന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഹമാസ് ഇതിനൊന്നും തയ്യാറാവുന്നില്ല. നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഹമാസ് ആയുധങ്ങൾ കൈമാറിയില്ലെങ്കിൽ അക്രമാസക്തമായ നടപടികളിലൂടെ ഇത് പിടിച്ചെടുക്കുമെന്നും ഗസയുടെ നിയന്ത്രണം കൈവശപ്പെടുത്താൻ ഹമാസിനെ അനുവദിക്കില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പറഞ്ഞു കഴിഞ്ഞു. അതേസമയം ഗസയിലെ സമാധാന കരാറിന് വിലങ്ങുതടിയായത് ശേഷിക്കുന്ന ബന്ധികളുടെ മൃതദേഹ കൈമാറ്റമാണ്. ശേഷിക്കുന്ന ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് ദുഷ്കരമാണെന്ന് ഹമാസ് അറിയിക്കുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയില്ല ഇത് എവിടെയാണ് ഈ ബന്ധികളുടെ മൃതദേഹങ്ങൾ ഉള്ളതെന്ന്. അതൊക്കെ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവരൊക്കെ മരിച്ചുപോയോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അതായത് നമുക്കറിയാവുന്നത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ മാത്രമാണ്. കുറെ അധികം ഗോത്രങ്ങൾ അവരുടെയൊക്കെ ഇഷ്ടമുള്ള പേരുകളിൽ ജിഹാദി ഗ്രൂപ്പുകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പലരുടെയും കൈകളിലായാണ് ഈ ബന്ധികൾ ഉള്ളത്. എന്തായാലും ഇതിന് പിന്നാലെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ലെന്ന മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തിയിരുന്നു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങളില്ലാതെ ശേഷിക്കുന്ന ബന്ധികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാൻ കഴിയില്ലെന്നാണ് ഹമാസ് അറിയിക്കുന്നത്. മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കാത്തത് ഇസ്രായേലിന്റെ ആക്രമണം കാരണമാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള റഫ അതിർത്തി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ അടച്ചിടുമെന്നും ഇസ്രായേൽ അറിയിക്കുന്നുണ്ട്. മരിച്ച എല്ലാ ബന്ധികളുടെയും മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെടുത്തത്. വെടിനിർത്തൽ ധാരണ ലംഘിച്ചെന്ന് ഇസ്രായേലും ഹമാസും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതിനിടെയാണ് ഈ നടപടി. റഫ ഇടനാഴി ഉടൻ തുറക്കില്ലെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന കരാറിന്റെ നഗ്നമായ ലംഘനവും മധ്യസ്ഥർക്ക് നൽകിയ ഉറപ്പുകളുടെ ലംഘനവുമാണെന്ന് ഹമാസ് പ്രതികരിച്ചു. ഹമാസിനാകെ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാൻ മാത്രമാണ്
അറിയുന്നത്. ഏതെങ്കിലും തരത്തിൽ സ്വന്തം ഡ്യൂട്ടീസിനെ കുറിച്ച്, ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളെ കുറിച്ച് ഹമാസ് ബോധവാന്മാരെയല്ല. റഫ ഇടനാഴി തുടർച്ചയായി അടച്ചിടുന്നത് മനുഷ്യബന്ധുക്കളുടെ മൃതദേഹങ്ങൾ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും ആവശ്യമായ ഉപകരണങ്ങൾ കൊണ്ടുവരുന്നത് തടയുമെന്നാണ് ഹമാസ് പറയുന്നത്. എന്നാലും ഹമാസ് എന്താണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തോറ്റു തുന്നം പാടി കഴിഞ്ഞിട്ടും ഗസയുടെ പിതൃത്വം ഏറ്റെടുക്കുക എന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് ഏറ്റെടുക്കേണ്ടതില്ല എന്നും ഹമാസ് നിരായുധീകരിക്കപ്പെടുകയും വേണം എന്നുള്ളതാണ് കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയിൽ ഒരു നിർദ്ദേശം. അങ്ങനെ ഒരു കാര്യം പോലും ഹമാസ് അംഗീകരിക്കാതെ ഗസയിൽ സമാധാനം ഉണ്ടാവില്ല. അത് ഉണ്ടാക്കാൻ ഇസ്രായേൽ സമ്മതിക്കില്ല. കാരണം ഹമാസിനെ പോലൊരു തീവ്രവാദി കൂട്ടം ഗസയിൽ ഉണ്ടായിരിക്കുന്നതും അവർ തുടർച്ചയായി തുരങ്കങ്ങൾ സ്ഥാപിക്കുന്നതും ഈ തുരങ്കങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഇന്റർനാഷണൽ ഫണ്ടുകൾ ഉപയോഗിച്ച് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള യന്ത്രോപകരണങ്ങൾ കൊണ്ടുവരുന്നതും ആധുനിക രീതിയിലുള്ള യുദ്ധക്കോപ്പുകൾ എത്തിക്കുന്നതും ഒക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നാഷണൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഗസയിൽ സമാധാനം ഉണ്ടാക്കി തരണമെങ്കിൽ ഹമാസ് ആയുധം ആദ്യം താഴെ വെക്കേണ്ടതുണ്ട്.